സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിന്റെ ദുആങ്ങൾ കേട്ടാലേ നമ്മളെ ക്ലാസ് റൂമിൽ പലപ്പോഴും നമ്മളത് കേൾപ്പിക്കുകയും ചെയ്തതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്കെതിരെ കണ്ണിയത്തുസ്താദ് ദുആ ചെയ്തതിനെതിരെ ആദ്യം അവര് അങ്ങനത്തെ ദുആ ഉണ്ടായിട്ടില്ല, ഞമ്മക്കെതിരാണെന്ന് പറഞ്ഞു. ഞമ്മക്കെതിരാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആളുകൾക്കെതിരാണ് ദുആർന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾ കണ്ണിയത്തുസ്താദിനെ കൊണ്ട് തന്നെ, കണ്ണിയത്തുസ്താദ് നേരിട്ട് തന്നെ വന്നുകൊണ്ട് ആർക്കെതിരാണ് ഞാൻ ദുആ ചെയ്തത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. തുടർന്ന് വേദികളിലൊക്കെ കണ്ണിയത്തുസ്താദ് ആവർത്തിച്ചു. എന്നെക്കൊണ്ടാരും ആദ്യം നമ്മൾ പറയിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ടാരും പറയിപ്പിച്ചിട്ടല്ല, എനിക്ക് അത്തും വിത്തുമില്ല, അത് പറയുന്നവർക്കാണ് അത്തും വിത്തും, ഇതാ ഞാൻ പറയുന്നു എന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ കുടുങ്ങി. അപ്പൊ കണ്ണിയത്തുസ്താദ് പറഞ്ഞു എന്നായി. പറഞ്ഞപ്പോ അമ്മക്കെതിരാണെന്നാക്കി, നമുക്കെതിരാണെന്നാക്കിയിട്ട് അത് അപ്പൊ കൃത്യമായി കണ്ണിയത്തുസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിരെ കേസ് കൊടുത്തവർക്കാണെന്നുള്ള കൃത്യമായി ഓഡിയോകളും കാര്യങ്ങളും പുറത്തു വന്നതോടുകൂടി അവർ കുടുങ്ങി. അപ്പോ ഇപ്പൊ പുതിയതായി അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് കേൾക്കണം. കണ്ണിയത്തുസ്താദിന്റെ ദുആ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊന്ന് കേൾപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. കണ്ണിയത്തുസ്താദിന്റെ ദുആ ആർക്കെങ്കിലും കേൾപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരണം. അതിനു മുമ്പ് ഞാൻ ഈ പേരോടിന്റെ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാം. ഒരു മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ചീത്തയാണ് ലാസ്റ്റിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനെ കുറ്റം പറയും. എനിക്ക് വല്ലാത്ത വേദനയെ കണ്ണിയത്തുസ്താദ് ആലിമുൽ മുതഫസ്സിർ ഞാൻ പറഞ്ഞു നേരത്തെ, ഭക്തിയുള്ള പണ്ഡിതൻ ഇബ്ലീസിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ കഠിന ശത്രുവായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്തുസ്താദ്. അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ കണ്ണിയത്തുസ്താദ് ഇനി പറഞ്ഞോട്ടോളി. മൂപ്പറിനെ പറഞ്ഞു ആരെ ശത്രുവാണ്, അപ്പൊ ആർക്കെതിരെ ദ്വാരങ്ങൾ കണ്ണിയത്തുസ്താദ്. അപ്പോ കണ്ണിയത്തുസ്താദിന് പ്രായമായ ഒരു സമയമാണ്. അപ്പൊ ചിലതൊക്കെ പറയിക്കുന്നുണ്ട് നിൽക്കുന്നതിനെ കേട്ടപ്പോ ബഷീർ മാഷനോട് പറഞ്ഞ് നമ്മളെടുത്ത് പിടിക്കുന്ന സാധനമുണ്ട്, നമ്മൾ മൂപ്പര് പറയുന്നൊക്കെ പിടിക്കല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇല്ലല്ലോ, പരിപാടിയെ പറ്റൂല. നമ്മള് ആനിമിന്റെ അടുത്ത് പോകുന്നത് ആനിമിന്റെ പൊരുത്തം വാങ്ങാൻ, മൂപ്പരോട് സമ്മതം ചോദിക്കാതെ പിടിക്കാനേ പാടില്ല. അത് അപകടമാണ്. ഞാൻ വിരോധിച്ചു നിങ്ങൾ ബഷീർ മാഷോട് ചോദിച്ചാൽ അദ്ദേഹം വിരോധിച്ചു. കാലം കുറയായി, 10-20 കൊല്ലം മുമ്പാണ്. അത് ഞാൻ SSFകാരനാണ്. അത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുഹൃത്തുക്കളെ. അത് പോയാൽ ഹിദായത്ത് പോകും. അതുകൊണ്ടല്ലേ ആ അതബല്ലേ കാണിച്ചത് അല്ലേ? എറണാകുളത്ത് സമ്മേളനം നടത്തേണ്ട കുട്ടികളെ എന്ന് പറഞ്ഞപ്പോ കോഴിക്കോട് തന്നെയാണ് ലോഡ്ജ് എടുത്തു. അന്ന് കോഴിക്കോട് ലോഡ്ജ് എടുത്ത് അപ്പോഴും ഉൾപ്പെടുത്തിട്ടില്ല. കാരണം എറണാകുളത്ത് സമ്മേളനം നടത്താൻ പിന്നെ ഇന്ന് വരെ ശംസുൽ ഉലമയും കണ്ണിയത്തുസ്താദും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അന്നാണ് ബുക്ക് ചെയ്ത കോഴിക്കോട് ലോഡ്ജ്. ഇപ്പോ ലോഡ്ജിലാ. കാരണം അങ്ങോട്ട് വീട്ടിൽ നിന്ന് പോരാൻ പോലും ചെയ്തു. എറണാകുളത്ത് സമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞു. അതബ് പോയാൽ എന്താ പോവുക കേട്ടാ? നിങ്ങൾ തന്നെ പറയും. ഏറ്റവും വലിയ സംഭവമാണ് അതബില്ലേ. അതബ് പോയാൽ ചിലതൊക്കെ പറയിക്കുന്നുണ്ട് കേട്ടപ്പോ ബഷീർ മാഷനോട് പറഞ്ഞ് നമ്മളെടുത്ത് പിടിക്കുന്ന സാധനമുണ്ട്, നമ്മൾ മൂപ്പര് പറയുന്നൊക്കെ പിടിക്കല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇല്ലല്ലോ, പരിപാടിയെ പറ്റൂല. നമ്മള് ആനിമിന്റെ അടുത്ത് പോകുന്നത് ആനിമിന്റെ പൊരുത്തം വാങ്ങാൻ, മൂപ്പരോട് സമ്മതം ചോദിക്കാതെ പിടിക്കാനേ പാടില്ല. അത് അപകടമാണ്. ഞാൻ വിരോധിച്ചു നിങ്ങൾ ബഷീർ മാഷോട് ചോദിച്ചാൽ അദ്ദേഹം വിരോധിച്ചു. കാലം കുറയായി, 10-20 കൊല്ലം മുമ്പാണ്. അത് ഞാൻ SSFകാരനാണ്. അത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുഹൃത്തുക്കളെ. അത് പോയാൽ ഹിദായത്ത് പോകും. അപ്പോ ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങള്. കണ്ണിയത്തുസ്താദിന്റെ ശിഷ്യനാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത്. കണ്ണിയത്തുസ്താദും ശംസുൽ ഉലമയും KK ഉസ്താദും ഒരുമിച്ചിട്ട് എറണാകുളത്ത് സമ്മേളനം നടത്തരുതേന്ന് പറഞ്ഞപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ അത് നടത്തി. അപ്പൊ എന്താ പോയിട്ടുണ്ടാവുക? കീവാഴിയോ പോയത്? എന്താ പോയി കേൾക്കണത്? നമ്മളെന്നെ അന്തം കൂടുകയാണല്ലോ അല്ലേ? അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങള്. ഇവരെ തൊള്ളോണ്ട് തന്നെ ഇപ്പൊ സംഭവം പറയാണല്ലോ ഉസ്താദുമാരുള്ള അല്ലേ? ഒന്ന് കേട്ടോ നിങ്ങള്. നമ്മളെടുത്ത് പിടിക്കുന്ന സാധനമുണ്ട്, നമ്മൾ മൂപ്പര് പറയുന്നൊക്കെ പിടിക്കല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇല്ലല്ലോ, പരിപാടിയെ പറ്റൂല. നമ്മള് ആനിമിന്റെ അടുത്ത് പോകുന്നത് ആനിമിന്റെ പൊരുത്തം വാങ്ങാൻ, മൂപ്പരോട് സമ്മതം ചോദിക്കാതെ പിടിക്കാനേ പാടില്ല. അത് അപകടമാണ്. ഞാൻ വിരോധിച്ചു നിങ്ങൾ ബഷീർ മാഷോട് ചോദിച്ചാൽ അദ്ദേഹം വിരോധിച്ചു. കാലം കുറയായി, 10-20 കൊല്ലം മുമ്പാണ്. അത് ഞാൻ SSFകാരനാണ്. അത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുഹൃത്തുക്കളെ. അത് പോയാൽ ഹിദായത്ത് പോകും.
അപ്പോ കണ്ണിയത്തുസ്താദിനെ പറ്റി എഴുതിയത് കണ്ടപ്പോ വല്ലാത്ത വേദന. എന്താ എഴുതിയതറിയോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ്, ആ ഹദീസ് പഠിക്കാത്ത വ്യക്തിയല്ല കണ്ണിയത്തുസ്താദ്. കണ്ണിയത്തുസ്താദ് എനിക്കറിയാം മർക്കസിൽ ആദ്യമായി അതേ ബിരുദാനന്തര ബിരുദം കൊടുക്കുന്ന കോഴ്സ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ബേച്ചിലുള്ള ആളാണ് ഞാൻ. അന്ന് കണ്ണിയത്തുസ്താദിനെ കൂട്ടിക്കൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ശേഖന കാതർ സഹായിക്കുന്നത് തുടങ്ങിച്ചു വന്നത്. അങ്ങനെ എന്തുകൊണ്ട് അത്രയും വലിയ പ്രഗത്ഭനും ബർക്കത്തുള്ള ആലിമാണ് മഹാൻ. ആ കണ്ണിയത്തുസ്താദ് എനിക്ക് ചെറിയ സമാധാനം കിട്ടുന്ന ആൾ ഉള്ളാൽ തങ്ങൾ എടുത്ത് അള്ളാഹത്തിൽ ഉള്ളാൽ നിങ്ങൾക്ക് താജുല്ല നമുക്ക് ദീർഘായുസ്സാക്കിയിട്ട് കൊടുക്കട്ടെ പറഞ്ഞാൽ വീട്ടുപോകും, പറയുന്നില്ല. ഒരു ദിവസം പോയി ഇങ്ങനെ പറയലിരുന്ന് കുറേ വിഷയം സംസാരിച്ച്, പല വിഷയം സംസാരിച്ച്. അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടി. പറയുന്ന കൂട്ടത്തിന് മുമ്പ് പറഞ്ഞു, കണ്ണിയത്തുസ്താദ് ഞാനും ഉമ്മിച്ചാലുസ്താദും, ഞാൻ തർഫോദിയും ഉമ്മിച്ചാലുസ്താദ് വലിയ ആലിമായിരുന്നു, മർക്കസിലുണ്ടായിരുന്നു പറയാം. എപ്പിസാന്റെ ഉസ്താദാണ് ഉമ്മിച്ചാലുസ്താദും ഒക്കെ. കണ്ണിയത്തുസ്താദ് വാഴക്കാട്ടിൽ ഓതുമ്പോ ഞങ്ങൾ കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ, പക്ഷെ എല്ലാ ദിവസവും കുട്ടികളെ പേര് ചോദിക്കും. മുതാലിങ്ങളുടെ പേര് കണ്ണിയത്തുസ്താദ് ഇങ്ങനെ എന്റെ പേര് തന്നെ എല്ലാ ദിവസവും ചോദിക്കും. ഞങ്ങളോട് തന്നെ ആളോട് ചോദിക്കാറില്ല, ഉള്ളാൾ തങ്ങളോടും വിദ്യാഭ്യാസം അല്ലാത്ത എല്ലാവരോടും ചോദിക്കുന്നത്. അങ്ങനെ നല്ലൊരു തിരിയുന്ന കുട്ടികളാകുമ്പോ ഇങ്ങനെ പേരൊറ്റയ്ക്ക് പഠിച്ചാൽ തന്നെ ഓർമ്മ ഉണ്ടാവും. അല്ലെ പിന്നെ നല്ല വികൃതിയുള്ള കുട്ടികളായിരിക്കും, ഏതായാലും ഓർമ്മ ഉണ്ടാവും. കാരണം ഇവന് ഇടക്കിടക്ക് പ്രതിയായിട്ട് വരുമല്ലോ. അല്ലെങ്കിൽ പേര് ഓർമ്മിക്കാനാവില്ല. ചിലർക്ക് ഓർമ്മ ഉണ്ടാവും, എപ്പിസോഡിലും വല്ലാത്ത ഓർമ്മയാണ്. ഈ എനിക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഉള്ളാളെ ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം, എനിക്കൊരു മുണ്ടാക്കിയിട്ടല്ലോ നിങ്ങൾക്ക് സമാധാനമായി. അപ്പോ കണ്ണിയത്തുസ്താദ് മഹാനവറുകളെ പറ്റി പറയുന്നത് ഇതിൽ ഈ നോട്ടീസിൽ അവർക്ക് കിട്ടിയ നോട്ടീസ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തിട്ട് കണ്ണിയത്തുസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് 25 വർഷവും. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേദനയായി പോയത്. കാരണം കണ്ണിയത്തുസ്താദ് ബോധപൂർവം അങ്ങനെ പ്രാർത്ഥിക്കൂലെന്ന് ഏതൊരു മുതഅല്ലിമിനും അറിയാം. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കഠിനമായ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് ഹദീസിൽ. ഒരു മനുഷ്യന്റെ മുഖം കെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണിയത്തുസ്താദ് ബോധം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കൂല. സത്യത്തിൽ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, ഉഹ്റവിയായ ഒരു പണ്ഡിതനെ അവന്റെ സമനില നഷ്ടപ്പെടൂല. അതാ ഉഹ്റവിയായ പാണ്ഡിത്യത്തിന്റെ ലക്ഷണം. ഉഹ്റവിയായ ഒരു പണ്ഡിതന്റെ സമനില നഷ്ടപ്പെടൂല. അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയൊരു മഹാനായ ഒരു പണ്ഡിതന്റെ ഒരു സമനില, കാരണം അവരെ സമനില നഷ്ടപ്പെട്ടാലും സ്ഥിതി എന്തേ കാര്യം? അവരെ സമനില നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ അല്ലെ മുഹ്യദ്ദീൻ ഉസ്താദെ അല്ലദരി ഉസ്താദെ മുഹ്യദ്ദീൻ അല്ലദരി ഉസ്താദെ ഉഹ്റവിയായ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതന്മാരുടെ സമനില നഷ്ടപ്പെടുമോ? അങ്ങനെ നഷ്ടപ്പെട്ടാലും സംഭവം എന്തേ കാര്യം? അവരോട് ചെന്നിട്ടൊരു ഫത്വ ചോദിക്കും, ആളുകൾക്ക് ഇത് സമനില നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുമോ? അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടൂല. അതൊക്കെ തെളിവ് കിതാബ് സഹിതം തെളിവ് ആണെങ്കിൽ ഞങ്ങൾ വേറെ പറഞ്ഞുതരാം. നിങ്ങളെ ആരോപണങ്ങൾ എവിടേക്കൊക്കെ പോകുന്നു എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയും. കണ്ണിയത്തുസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അല്ലേ, മഹാന്മാരായ സഹാബത്തുൽ കിറാമിന്റെ പ്രാർത്ഥനകളിലിട്ടില്ലേ, അവര് പിന്നെ ആരായിരുന്നു ഇപ്പത്, മറ്റേ വൃത്തിയായിട്ട് ഓർമ്മല്ല, പിന്നെ ഒരു പ്രദേശത്തേക്ക് ഗവർണറായി പോയ സഹാബി, അവിടെ ചെന്നപ്പോ ആ സഹാബി സയ്യിദ് ബിൻ അബി വക്കാസ് അല്ലേ, അവരൊരു പ്രദേശത്തേക്ക് പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഗവർണറായി നിയോഗിച്ചപ്പോ മഹാനവറുകൾ അവിടെ പോയിട്ട് പിന്നെ മഹാനവറുകൾക്കെതിരെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിനോട് ആക്ഷേപം പറഞ്ഞു അല്ലേ. അങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോൾ എന്തുണ്ടായി? ആ ആക്ഷേപം പിന്നെ പറഞ്ഞ ആള് അദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട ആക്ഷേപം പറഞ്ഞത് പിന്നെ മൂപ്പര് കുറച്ച് വളരെ മോശമായ മിസ്രിലേക്ക് വളരെ മോശമായ ആക്ഷേപങ്ങൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ ആൾക്കെതിരെ മഹാനായ പിന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ എന്തായിരുന്നു? അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കണം ഒന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ആയുസ് നീട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ടോ അദ്ദേഹത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കെടുത്തുക. അതന്നെ ദുആ. ഈ മനുഷ്യന് കുറേ പ്രായമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് സ്ത്രീകളെ കാണുമ്പോ പെണ്ണിന്റെ മാറിൽ ഇങ്ങനെ കുത്തും. പെണ്ണുങ്ങളുടെ പിന്നെ പ്രൈവറ്റ് പാർട്ടികളിൽ ഇങ്ങനെ മാറുകൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇയാൾ ഇങ്ങനെ തോണ്ടിത്തരും, അല്ലെങ്കിൽ പിന്നിൽ ഇങ്ങനെ തോണ്ടും.
അങ്ങനെ തോന്നുന്ന സമയത്ത് സ്ത്രീകൾ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചാൽ വീണ്ടും ഇദ്ദേഹം തോന്നും ഇത് പ്രായമാതിരി 19 വയസ്സൊക്കെ പ്രായ ചില കാക്കാർ കാട്ടുന്ന വികൃതി ഉണ്ടല്ലോ. ചില കാക്കാരങ്ങനെ 19 വയസ്സായിട്ടും വികൃതി നിർത്തിയാത്ത ചില കാക്കാരില്ലേ. അങ്ങനെ അദ്ദേഹം പ്രായമായിട്ട് കൈയിന്റെ വിരല് നഖങ്ങളൊക്കെ ചുരുണ്ടുകൂടി അദ്ദേഹത്തിന്റെ കൺപുരികമൊക്കെ വളർന്നു വലുതായി കണ്ണിലേക്ക് താഴ്ന്നു നിന്നൊരവസ്ഥ. അങ്ങനത്തെ ഈ മനുഷ്യൻ ഇതിനുശേഷം ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ സ്ത്രീകളെങ്ങനെ കൈകൊണ്ട് കുത്തും. അങ്ങനെ കുത്തുമ്പോൾ സ്ത്രീകൾ അവസാനം ഇദ്ദേഹത്തെ തല്ലുകൊണ്ടിട്ട് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോ ഇദ്ദേഹത്തോട് ചോദിക്കുത്തര ഇദ്ദേഹം എന്താണ് നിങ്ങൾക്ക് പറ്റിയത് മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പർ എന്താ മറുപടി പറയാ? ഇത് സഹദിന്റെ പ്രാർത്ഥനയാണ്. അല്ലെ, സഹദ് റളിയല്ലാഹുവിനല്ലേ വൈദ്യ ഉസ്താദെ? ഏതായാലും ആ സഹാബി വര്യരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു ഇപ്പോ എനിക്ക്. സഹദ് റളിയല്ലാഹു, ഇത് സഹദിന്റെ പ്രാർത്ഥനയാണ്. സഹദിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അതുപോലെ ഇത് കണ്ണിയത്തിന്റെ പ്രാർത്ഥനയാണ്. ഇന്ന് നിങ്ങൾ മജ്ലിസുന്നൂർ സഹാബത്തുൽ കിറാം അസ്ഹാബുൽ ബദറിനെ അവരുടെ മജ്ലിസിനെ അവരുടെ പേരുകൾ അവരുടെ അസ്മാവുകൾ പറയുന്ന വേദികളെ അവരോട് തവസ്സുലാക്കുന്നതിന് മജ്ലിസുന്നാർ എന്ന് പറയുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയാണ്. അത് അല്ലാഹു സ്വീകരിച്ചതാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ വ്യാജമുടി കൊണ്ടുവന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാജനെന്ന ഏറ്റവും മോശപ്പെട്ട പേര് നിങ്ങൾക്ക് ലഭ്യമായത് കണ്ണിയത്തിന്റെ പ്രാർത്ഥനയാണ്. കള്ളസനതുണ്ടാക്കിയവനെന്ന ഏറ്റവും വൃത്തികെട്ട പേര് നിങ്ങൾക്കുണ്ടാക്കിയത് കണ്ണിയത്തിന്റെ പ്രാർത്ഥനയാണ്. അത് അല്ലാഹു സ്വീകരിച്ചതാണ്. നിങ്ങളുടെ ലീലാവിലാസങ്ങളടക്കം നിങ്ങളുടെ അണിയറ രഹസ്യങ്ങളും നിങ്ങളുടെ മണിയറ രഹസ്യങ്ങൾ മുഴുവൻ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു വന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുന്ന, നിങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കുന്ന ക്ലിപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാരും വന്ന് ക്ലിപ്പാക്കിയതല്ലോ, ഞങ്ങളാരും ഫോൺ ചെയ്ത് ക്ലിപ്പാക്കിയിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു തവണ ഫോൺ ചെയ്ത് ക്ലിപ്പാക്കി പുറത്തുവിട്ടിട്ടുണ്ടോ? അതേസമയം നിങ്ങൾ തന്നെ പരസ്പരം പറയുന്ന ക്ലിപ്പുകൾ, നിങ്ങളുടെ ശിഷ്യന്മാർ പരസ്പരം നിങ്ങളെക്കുറിച്ച് പറയുന്ന ക്ലിപ്പുകൾ, ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതാണ്. അപ്പോ പ്രാർത്ഥിക്കാൻ പറ്റൂല. അതിപ്പോ കണ്ണിയത്ത് ഉസ്താദിന് വയൽ പറഞ്ഞു കൊടുക്കുക. ഈ ചെക്കനെ, ഈ ബലൂണ് മോലിയര് ഇപ്പോ കണ്ണിയത്ത് ഉസ്താദിന് വയൽ പറഞ്ഞു കൊടുക്കുക. അവന്റെ അഹങ്കാരം ഉണ്ടല്ലോ, കേൾക്കിങ്ങള്. ഓതുമ്പോ കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ, പക്ഷെ എല്ലാ ദിവസവും കുട്ടികളെ പേര് ചോദിക്കും. മുതാലിങ്ങളുടെ പേര് കണ്ണിയത്തുസ്താദിന് ഇങ്ങനെ എന്റെ പേര് തന്നെ എല്ലാ ദിവസവും ചോദിക്കും. ഞങ്ങളോട് തന്നെ ആളോട് ചോദിക്കാറില്ല, പിള്ളേർ തങ്ങളോടും വിചാരിച്ചാലും അല്ലാത്ത എല്ലാവരോടും ചോദിക്കുന്നത്. അങ്ങനത്തെ നല്ലോണം തിരിയുന്ന കുട്ടികളാകുമ്പോ ഇങ്ങനെ പേരൊറ്റ പഠിച്ചാൽ തന്നെ ഓർമ്മ ഉണ്ടാവും. അല്ലെ പിന്നെ നല്ല വികൃതിയുള്ള കുട്ടികളായിരിക്കണം, ഏതായാലും ഓർമ്മ ഉണ്ടാവും. കാരണം ഇവന് ഇടക്കിടക്ക് പ്രതിയാക്കി വരുമല്ലോ. അല്ലെങ്കിൽ പേര് ഓർമ്മിക്കാനാവില്ല. ചിലർക്ക് ഓർമ്മ ഉണ്ടാവും, ഏത് സ്ഥലം വല്ലാത്ത ഓർമ്മയാണ്. എനിക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഉള്ളാരെ നിങ്ങൾ ഇത് പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനം, എനിക്കൊരു മുണ്ടാനിട്ടല്ലോ, നിങ്ങൾക്ക് സമാധാനമായി. അപ്പോ കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുകളെ പറ്റി പറയുന്നത് ഇതിൽ ഈ നോട്ടീസിൽ അവിടുന്ന് നോട്ടീസ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന 25 വർഷവും ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേദനയായി പോയത്. കാരണം കണ്ണിയത്ത് ഉസ്താദ് ബോധപൂർവം അങ്ങനെ പ്രാർത്ഥിക്കൂലെന്ന് ഏതൊരു മുതലിനും അറിയാം. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കഠിനമായ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് ഹദീസിൽ. ഒരു മനുഷ്യന്റെ മുഖം കെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ നിലയ്ക്ക് വിരോധിച്ച സംഗതിയാണ്. അത് കണ്ണിയത്ത് ഉസ്താദ് പറയും. ആ കിതാബിൽ നാം മുഖം കെടുത്തട്ടെ എന്ന് പറയാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായം ഇമാം ബുഖാരി അൽ-അദ്ബുൽ മുഫ്രദിൽ കൊടുക്കുന്ന ഒരു അധ്യായമാണ്. എന്നിട്ട് നിങ്ങൾക്കതിൽ ഹദീസ് കാണാം. സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദ്ദസനാ ഹജ്ജാജുൻ ഖാല ഹദ്ദസനാ ഇബ്നു ഉയൈന അൻ ഇബ്നു ഫജ്ലാന അൻ സഫീദിൻ അൻ നബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി സനദ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ഇതിന് സനദില്ലാനാരും തെറ്റിദ്ധരിക്കണ്ട. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബ് അദ്ബുൽ മുഫ്രദിൽ സനദ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ
ഇവലെന്ത് പറഞ്ഞാലും സനദ് ഉദ്ധരിച്ചുകൊണ്ട് ഇത് പറയേണ്ട ഗതികേടാണേ. ഒന്ന് ആലോചിച്ചോക്കാണി, അതന്നെയല്ലേ നിങ്ങൾക്ക് ഏറ്റവും വലിയ അദാബ് അല്ലേ? നിങ്ങളൊരു കാര്യം പറയുമ്പോൾ സനദ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം പറയണം. എത്ര വലിയ ഇടങ്ങേറായ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചോക്കാൻ നിങ്ങൾ. അത് പറയാതെ ഇനി നിങ്ങൾക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. നിങ്ങളെന്നെ സ്വയം മനസ്സിലാക്കി. കാരണം നിങ്ങളെ കുറിച്ച് ആളുകൾ സ്വയം മനസ്സിലാക്കണം നിങ്ങൾ സനദില്ലാത്ത കാര്യം പറയാനാണ്. അതുകൊണ്ടല്ലേ സനദ് ഉദ്ധരിച്ചുകൊണ്ട് എന്ന് പറയേണ്ടത്. ഒരു പാക്ക് പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കൂല എന്നില്ല ഒടുക്കത്തി. ഇൻഷാല്ലാഹ് കേൾക്കും. ആളുകൾ പറഞ്ഞു പോകരുതേ, അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്ന് നിങ്ങളാരും പറഞ്ഞു പോകരുതേ. വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഈ പ്രാർത്ഥന മഹാനായ കണ്ണിത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി 25ാം വാർഷികമാണ് പോൽ. പിന്നില്ല ഒരു മുതഖശ്ശിയായ ഭക്തിയുള്ള പണ്ഡിതനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിന് കഠിന വിരുദ്ധമായ നിലക്ക് പ്രവർത്തിച്ചു എന്ന് പറയണമെങ്കിൽ ഈമാനിന് കേടുവരണ്ടേ സുഹൃത്തുക്കളെ? ആലിമീങ്ങളോടുള്ള മതിപ്പ് നഷ്ടപ്പെടണ്ടേ? മഹാന്മാരെ കുറ്റം പറയുന്നവരുടെ ലിസ്റ്റിൽ പെടണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? കാരണം അതാ ദുനിയാവിലെ ജീവിതത്തിൽ ലയിച്ചുപോയി, മരണത്തെക്കുറിച്ച് ചിന്ത വരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും പൂർവ്വ അമലി എന്ന് പറയുന്ന രോഗം എനിക്കിനിയും ഒരുപാട് കാലം ജീവിതമുണ്ടെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിനാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ആ പ്രാർത്ഥന തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അത് പിന്നെ ജഫ്രിയുടെ കയ്യിലുള്ള പ്രാർത്ഥന ഉണ്ട്. ആദ്യം പ്രാർത്ഥന മുഹീദ്ദീൻ ഉസ്താദെ, ആരാ പ്രാർത്ഥന? ജമാലുദ്ദീൻ എന്ന ആളാ പ്രാർത്ഥന നേടി ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അൽ-അസ്ഹരി ഉസ്താദ് മൈക്കെടുക്കും അല്ലേ? ആ പ്രാർത്ഥന നേടി. ശബ്ദമുഖ്യമന്ത്രി അപകടത്തിലാക്കട്ടെ. അവർക്ക് അവർക്ക് ആരും സഹായിക്കണം. അവരുടെ മീറ്റിങ്ങിന് പോകുകയും ചെയ്യരുത്. ശബ്ദമുഖ്യമന്ത്രി എതിരായിട്ട് കേസ് കൊടുത്ത് സമത്വത്തെ സാഹചര്യം എന്താക്കി പ്രതിയാക്കി കൊടുത്ത് ആ സമത്തെ എതിരുകാർക്ക് നിങ്ങൾ ആരും സഹായിക്കരുത്. എല്ലാ അമ്പിയാക്കന്മാരും ഒക്കത്തിലും സമത്വത്തെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടരെ രണ്ടിട്ട് മകരുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ നമ്മൾ എല്ലാവരും മക്കളിൽ സമത്തിന്റെ എല്ലാവരും കാക്കട്ടെ. ഇങ്ങനെ സമത്വത്തിന്റെ കൂടത്തിൽ ഇവർ പറയരുതെന്ന് എനിക്ക് ചൊല്ലിത്തന്നിട്ട് പറഞ്ഞതാണെന്ന് നിങ്ങൾ ഒരു ചൊല്ലിക്കൊടുത്തിട്ട് പറഞ്ഞതുമല്ല, ഒരു ചൊല്ലിത്തന്നിട്ട് പറഞ്ഞു. വളരെ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറയാം. കണ്ണിയത്ത് ഉസ്താദിന് അത്തും വിത്തുവാണെന്ന് പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ചെന്ന് കണ്ടൊരു സംഭവമുണ്ട്. അവിടെ ചെന്നിട്ട് ഒളു എടുത്തിട്ട് പരിപൂർണമായി ഒളു എടുത്ത ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമയോട് ചോദിക്കുക, ഈക്കെ ഞാൻ ഒളു എടുക്കണത് കണ്ടോ? കണ്ടുസ്താദെ. ഞാൻ ഒളു എടുത്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈക്കെ? ഇല്ല ഉസ്താദെ എന്ന് നന്ദിയിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ഹൗലിൽ നിന്ന് ഒളു എടുത്തുകൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഈക്കയോട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് ചോദിച്ചതാ. അൽഹംദുലില്ലാ, ഇപ്പൊ സമാധാനമായി. പല ആളുകളും എനിക്ക് ഓർമ്മപ്പേശകുണ്ട്, അത്തും വിത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. എത്രമാത്രം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര ഉഹറവിയായ ഒരു പണ്ഡിതന്, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അൽ-അസ്ഹരി ഉസ്താദ് ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരും, അദ്ദേഹം വിശദീകരിക്കും. ഉഹറവിയായ ഒരു പണ്ഡിതന് ഒരിക്കലും അത്തും വിത്തും സംഭവിക്കൂല, അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്തായത് എങ്ങനെ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്താകുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്തായത് എവിടുന്നാണ്? ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ വഫാത്ത് എന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ.
അല്ലേ? കാളമ്പാടി ഉസ്താദ് തലേന്നും കൂടി ദർസെടുക്കുക, അന്നും കൂടി ദർസെടുക്കുക. എന്നാൽ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോകും. ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും, ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലേ? പിന്നെ വല്ല തരീഖത്തിലൂടെ അല്ലെങ്കിൽ വല്ല ഇജാസിയത്തുകളൊക്കെ നേടി മറ്റൊരു മേഖലയിലേക്ക്, ഒരു ജദ്ബിന്റെ ഹാലിലേക്ക്, ഒറ്റൊരവസ്ഥയിലേക്കൊക്കെ പോയ മഹാന്മാരെ കുറിച്ച് അല്ല നമ്മളെ ചർച്ച. ഈ ദീനീ രംഗത്ത് നിലനിന്നുകൊണ്ട് തഅല്ലുമിന്റെയും തഅലീമിന്റെയും ഒക്കെ രംഗത്ത് നിലനിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫത്വകളൊക്കെ പറയുന്ന വലിയ മഹാന്മാരായ ആളുകളെ കുറിച്ച് റൂമിൽ വായിലിട്ട് അടച്ച് ആരും മുഖം കൊടുക്കാൻ പറ്റാത്ത, സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് മുഹിയുദ്ദീൻ അൽ-അസ്ഹരി മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ജയഫർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ മൈക്കിൽ വരും. ആദ്യം ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പേരോട് സഖാഫിയുടെ തോന്നിയാസം കേട്ട് സഹിക്കാൻ കഴിയാതെ ഒന്ന് കൈപൊക്കിയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിയലുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തഫ്സീർ നസഫിയിലുള്ള ഇബാറത്ത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനുണ്ടോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മേലിലൊരു നുണ പറയാൻ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു? വല്ലാത്തൊരു സാധനം തന്നെയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒരു ഖൗമിനെതിരെയാണ് ദുആ ചെയ്തിട്ടുള്ളത്, ഒരു വ്യക്തിക്കെതിരെ ദുആ ചെയ്തിട്ടില്ല. ഒരു വ്യക്തിക്കെതിരെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ടില്ല. ദുആന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കേസ് കൊടുത്തവർക്കെതിരെയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ തെളിവായിട്ട് കൊണ്ടുവരുന്നത് ഈ പേരോട് സഖാഫി, പേട് സഖാഫി കൊണ്ടുവരുന്നത് ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹഹു. ആ ഹു എന്നതിന്റെ ലമീർ എങ്ങോട്ടാ മടങ്ങുന്നത് എന്ന് ഈ സഖാഫി പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മുഫ്രദിലേക്ക് മടങ്ങുന്ന ലമീറാണ് അവിടെ ശരിക്കും പറഞ്ഞിട്ടുള്ളത്, ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹഹു. എന്നിട്ട് ഈ പേരോട് സഖാഫി ഇതിന് ഈ ഹദീസ് കൊണ്ടുവരുന്ന സമയത്ത് ഇമാമിങ്ങൾക്ക് തിരിയാത്തതാണോ? ബഹുമാനപ്പെട്ട ഇമാം ബക്കരി തങ്ങൾ തന്റെ ഇആനത്തു ത്വാലിബിൻ ഷത്മിന്റെ ബാബിലുണ്ട് പറയുന്ന ഒരു ഖൗമിനെതിരെ വേണമെങ്കിൽ ദുആ ചെയ്യാം, അവർ ഇസ്ലാമിന്റെ ശരീഅത്തിന് എതിരെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഖൗമിനെതിരെ വേണമെങ്കിൽ ദുആ ചെയ്യാം എന്ന് ഫുഖഹാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കള്ളൻ സഖാഫി വെറും നുണ പറയുന്ന വെറും പേട് എന്നല്ലാതെ വേറെന്താ പറയേണ്ടത്? ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നുണ പറയാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെണ്ടോ ഈ ഹദീസുകൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെതിരെ ദുആ ചെയ്യാൻ, കണ്ണിയത്ത് ഉസ്താദിനെതിരെ പറയാൻ ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുന്നു? അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വൃത്തികെട്ട ഒരു സഖാബ് എന്നല്ലാതെ വേറെന്ത് പറയാനാ? വല്ലാത്തൊരു സഖാഫി തന്നെ ഇത്. എവിടെന്നാ ഈ ചങ്ങായി കിതാബ് ഓതി പഠിച്ചിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കണത്. കുറേയായി ഇങ്ങനെ അദബുൽ മുഫ്രദിൽ സനദ് സയ്യിദാണ് പറഞ്ഞിട്ടുള്ളത്, ആനയാണ്, ഒലക്കയാണ്, തേങ്ങാണെന്നൊക്കെ പറയുന്നു ഫുലാന്. എന്ത് തേങ്ങാണ് ഇവൻ പറയേണ്ടത്? ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹഹുവിന്റെ ഈ വജ്ഹഹു എന്നുള്ളതിന്റെ ലമീർ അങ്ങോട്ടാ മടങ്ങുന്നതെന്ന് ഈ സഖാബിനിക്ക് അറിയുന്നില്ലേ? തോന്നിയാസം പറയാൻ എന്നിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മേൽ വെച്ചിട്ടും ചെയ്യാലേ. ഒന്നും അറിയൂല എന്നുണ്ടെങ്കിൽ അറിയൂല എന്നുള്ള വിവരം മനസ്സിലാക്കണം സഖാഫിയെ. അതാണ് സഖാഫിയോട് പറയാനുള്ളത്. ഏതായാലും ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കേൾക്കുണ്ടാവുമല്ലോ, ആ സഖാഫിയിലേക്ക് വിവരെത്തിക്കട്ടെ എങ്ങനെയെങ്കിലും. തോന്നിയാസം പറയുമ്പോൾ മനസ്സിലാക്കണം, ആൾക്കാരൊക്കെ എല്ലാരും മുടിവെള്ളം കുടിച്ച് പൂസായി നടക്കുന്ന ആൾക്കാരെല്ലാം. ബഹുമാനപ്പെട്ട സുന്നിസവും മറ്റുള്ള ആളുകളൊക്കെ ഓൺലൈനിലുണ്ടല്ലോ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. അസ്ഹരി ഉസ്താദെ, നിങ്ങൾ അയാൾ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലക്കാട്ടുന്ന സമയത്ത് നിങ്ങൾ സദസ്സിന്റെ മുന്നിൽ പോയിട്ട് ബലൂൺ കാട്ടിക്കൊടുത്താൽ മതി. അയാൾ അവരുണ്ടാണ് അങ്ങനെ ബലൂൺ നിങ്ങൾ കാട്ടി സ്ഥലവും ആ ഇബാറത്ത് വായിക്കണോടത്തുള്ള ചെരുവതൊക്കെ മാറും. ഞാൻ പരീക്ഷ നോക്കോണ്ടി കുറച്ച് ദൂരെ നിന്നിട്ട്
ഒരു ബലൂൺ ഇങ്ങനെ കാട്ടിക്കൊടുക്കുക. ബലൂൺ കാട്ടിക്കൊടുക്കുന്നതോട് ഞങ്ങൾക്ക് ഒരു അസുഖമാണത്. ഏച്ചനുണ്ടല്ലോ, പേരോടുസ്തവവുമായി ബന്ധപ്പെട്ട ഏത് അസുഖത്തിനും ഒരു ബലൂണ് പരിഹാരമാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓവറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബലൂണ് ദുർവ്യാഖ്യാനാണെങ്കിലും എന്ത് ദുർവ്യാഖ്യാനാണെങ്കിലും മൂപ്പര തല ഇങ്ങോട്ടുള്ള ആട്ടലും അങ്ങോട്ടുള്ള ആട്ടലും എന്നൊക്കെ പറയണ്ടല്ലോ, ആ സൗണ്ടൊക്കെ ഒരു ബലൂൺ ഇങ്ങനെ കുറച്ച് ദൂരത്ത് നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാട്ടിക്കൊടുക്കും. ബലൂൺ കാട്ടിക്കൊടുത്താൽ മതി. കുറച്ച് വലിപ്പമുണ്ടായിക്കോട്ടെ. ചെറിയ കുട്ടിയെ കളിച്ചാലല്ല, കുറച്ച് പ്രായമുള്ള ഒരാളാണ് മൂപ്പര്. കളിച്ചാനാവുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു ബലൂണാണ് കാട്ടിക്കൊടുക്കാൻ വെച്ചാൽ വിഷയങ്ങൾ നിൽക്കും അവിടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് നമ്മളൊരു പരിഹാരം കണ്ടു എന്നുള്ളൂ. അതിനൊരു മാർഗം. ഈ ചികിത്സ ഫലിക്കും. ഇത് ഞാൻ ഡോക്ടറായിട്ടൊന്നല്ല. ഈ ചികിത്സ നിങ്ങൾ AP വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും പേരോടത്തണ സഖാഫിന്റെ ഒരു വെല്ലുവിളി ഉണ്ട് എന്റെ അടുത്ത്. കിതാബ് മുന്നിൽ വെച്ച് കാണി ചർച്ചയ്ക്കുണ്ടോന്ന്. കിതാബ് മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ കാര്യമില്ല. ഇപ്പൊ ബലൂണാണ് കൊടുക്കുകയാണ് ചീന് പുത്തൂന് ആ സംഭവം മനസ്സിലാവും. അല്ലല്ല, ബലൂൺ അത് ഒരു ഇതാണ്. ആ വെല്ലുവിളിയായിട്ടൊക്കെ നിങ്ങള് കിതാബ് മുന്നിൽ വെച്ച് ചർച്ചയ്ക്കുണ്ട്. ആ വെല്ലുവിളി നിങ്ങൾ കേട്ടില്ല. അതൊക്കെ ഇടക്കിടക്ക് വെക്കണേ. നിങ്ങളിങ്ങനെ മറന്നു പോവാണ്. നിങ്ങൾ പേരോട്ട ആൾക്കാരാ തോന്നുന്നുണ്ട്. അല്ല, ആ വെല്ലുവിളി അടിപൊളി വെല്ലുവിളി അല്ല. കിതാബ് മുന്നിൽ വെച്ച് കണ്ട ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളി ഉണ്ട്. എവിടെയാണ് കിതാബ് മുന്നിൽ വെച്ച് കണ്ടുള്ള ചർച്ച? ഇയാള് പിന്നെ ഇയാൾക്കൊരു ഇതുണ്ട് കേട്ടോ. നമ്മളെ വഹാബ് സഖാഫിനെ കണ്ടാൽ മൂപ്പർക്ക് റിയാക്ഷനാണ്. വഹാബ് സഖാഫിനോട് മൂപ്പർക്ക് വലിയ താല്പര്യമില്ലാന്ന് പേരോടത്തണ സഖാഫി. കാരണം രണ്ടാളും ഒരേ അസുഖമുള്ള ആൾക്കാരാകുമ്പോൾ ഒരു സ്ഥലത്ത് പറ്റൂല വിചാരിച്ചിട്ടായിരിക്കും. കൊച്ചാപ്പി പറഞ്ഞാൽ ചെറിയ എപ്പിക്കാരം. ഇൻഷാ അല്ലാഹ് സുനിസം മൈക്കിൽ വരും. ഞാൻ ക്ലിപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ വെല്ലുവിളി ഇടക്കിടക്കെ കേൾക്കണം. നിങ്ങൾക്ക് പേരോടുസ്ഥാനോട് കുറച്ചൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും വേണം. എന്നിട്ട് പേരോടുസ്ഥാന്റെ ആ വെല്ലുവിളിയൊക്കെ ഇടക്കിടക്ക് കേൾക്കുക. കേൾക്കുന്നുണ്ടോ? ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നെഞ്ഞൂക്കൊണ്ടോ SK ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാ ചോദിക്കാനുള്ളത്. തയ്യാറുണ്ട്. പേരോട് കിതാബോധി പഠിക്കാതെ, ഇൽമു പഠിക്കാതെ ഈ പ്രസ്ഥാനത്തെ നേരിടാൻ വന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനത്തെ നെഞ്ഞൂക്കൊണ്ടോ SK ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാ ചോദിക്കാനുള്ളത്. തയ്യാറുണ്ട്. പേരോട് സഖാഫി തയ്യാറാണ്. 1000 വട്ടം തയ്യാറാണ്. അപ്പോ ആലിമിനെ കിട്ടണം മൂപ്പർക്ക്. ആലിമൊന്നും വേണ്ട. നിങ്ങൾ നാട്ടിലെ 1ാം ക്ലാസ് പഠിച്ച കുട്ടീന്റെ അടുത്ത് മൂപ്പരെ നമ്പർ എടുത്തുകൊണ്ടൊന്ന് ടെലിഫോൺ ചെയ്യിച്ചാണി. ഒരു ആലിമും വേണ്ടാന്ന്. സമസ്തന്റെ 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഇയാളെ നമ്പർ കൊടുക്കുക. എന്നിട്ട് മൂപ്പർക്കൊന്ന് വിളിക്കാൻ വേണ്ടി, പേരോടുസ്താദെ പണ്ട് നിങ്ങളൊരു കിതാബ് മുന്നിൽ വെച്ച് കാണുന്ന ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ട് വെച്ചാൽ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞു നോക്കോണ്ടി. ആ മൂളക്കുണ്ട്. നിങ്ങൾ വിളിച്ചു നോക്കിയില്ലല്ലോ ആരും. നിങ്ങൾ ആരെയും വിളിച്ചു നോക്കിക്കണം അവിടെ അടുത്ത്. നിങ്ങൾ എന്താ ഉസ്താദെ നിങ്ങളെ കുറിച്ച് ആ ക്ലാസ് റൂമില് വെല്ലുവിളിക്കുന്നുണ്ട്. ഉസ്താദെ വെല്ലുവിളിക്ക് നമ്മൾ സ്വീകരിക്കലോ. ഈ മൂളലല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം പേരോടത്തണ സഖാഫി പറയില്ല. നിങ്ങളൊന്ന് വിളിച്ചോക്കി. നാളെ ഒന്ന് വിളിച്ചോക്കി. കുറ്റ്യാടിക്ക് വിളിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒന്നും സ്വീകരിക്കൂല, ഞങ്ങൾ ആകെ ഇവിടെ സ്വീകരിക്ക പിരിവ്, അരി, തേങ്ങ, കൊട്ടത്തേങ്ങ, അരിച്ചാക്ക് ഇങ്ങനത്തെ സ്വീകരിക്കുള്ളൂ. പേരോടത്തണ സഖാഫിയായിട്ടുള്ള സംവാദം ഞങ്ങൾ സ്വീകരിക്കൂല. വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കും. വെല്ലുവിളി ഞങ്ങൾക്ക് വേണ്ട അറിയും. നിങ്ങൾ വല്ല സംഭാവനയൊക്കെ വിളിച്ച് തരികയാണെങ്കിൽ, ഓർഡർ ചെയ്യുകയാണെങ്കിൽ, നെയ്ച്ചോറ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ബിരിയാണി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. നേരെ വെച്ചാൽ വെല്ലുവിളി ഉണ്ടല്ലോ, ആ വെല്ലുവിളി ഇവിടെ ഓഫീസായി സ്വീകരിക്കില്ല. അത് നിങ്ങളെ ഉസ്താദിനോട് നേരിട്ട് വിളിച്ചോളി വരും. അപ്പൊ ഉസ്താദ് ഫോൺ എടുക്കില്ല, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദ് ഞാൻ 40 അട്ട അടിച്ചു എന്നാ ഒരാൾ പറഞ്ഞത്. 40 ഇത് എന്താണ് 40 കട്ട വെച്ചു എന്നല്ല, 40 കട്ട വെച്ചു എന്നല്ല. ഞങ്ങൾ 40 വട്ടം ഒരു ഉസ്താദിന് ഫോൺ ചെയ്തു. എന്നിട്ട് പോലും ഒരു തവണല്ല. ആലിമീങ്ങളല്ല, ഒരു സാധാരണക്കാരനായ ഒരാള്
ഈ വിഷയവുമായി സംവദിക്കാനുണ്ടോ എന്ന് ചോദിച്ച് 40 വട്ടം ഫോൺ ചെയ്തു SSFകാരാ 40 വട്ടം. ഷാജാനെ, ഒരാളെ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ കൊടുത്തോളി വേറെ തലമസക്കാഫിന് മുന്നേക്ക്. 40 വട്ടം ഉസ്താദേ എനിക്കൊരു വിഷയം ചോദിക്കാണ്ട്, സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. എന്നോട് ചോദിക്കാൻ പറ്റൂല. അള്ളാ, മരിക്കണ്ട കാക്കാൻ. മണ്ണാർക്കാട് ഒരാൾ, മണ്ണാർക്കാട് പേര് MKD. ഗീബത്തും നമീമത്തും പറഞ്ഞ നിങ്ങൾക്ക് മരിച്ചെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. മരണം എല്ലാവർക്കും ഉള്ളതല്ലേ. എപ്പോ മാമം എന്ന് വയലിൽ പറയേണ്ട ഒരാളാരാന്നോ? ബഹുമാനപ്പെട്ട DMCന്റെ കാറ്, എന്റെ വണ്ടി, എന്റെ പശു, എന്റെ ചീര, എന്റെ ചെരങ്ങ, എന്റെ ആപ്പിൾ, മരണം എന്നൊരു വിഷയം മൂപ്പർക്ക് തന്നെ ഉണ്ടാവില്ല. ഹലോ, പിന്നെ പ്രിയപ്പെട്ട ജയപ്രവില്ലൻ, നിങ്ങള് പിന്നെ ഇതാണ് അല്ലേ, DC ആണ്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നാലും നമുക്ക് ഇവരെ ഈ മറ്റേ സിൽസിലല്ലേ, ഇവരെ എന്താന്ന് ആലോചിച്ചോക്കാൻ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുകേശം റസൂലുള്ള വരെത്തുന്ന സനദ് ഇവരുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അണിയറക്കുള്ളിൽ ചർച്ച ചെയ്യുന്നൊരു ചർച്ച എന്നാലോചിച്ചോക്കാൻ നിങ്ങൾ. ഖാദിരിയ തരീഖത്തിന്റെ സിൽസില, ഞാൻ പല ചരിത്രം ഞാനൊരു പുസ്തകം നോക്കിയത് അതിന്റെ 147-ാമത്തെ പേജിലുണ്ട്. ആ സിൽസിലയാണ് ഈ സിൽസില. അതായത് ഈ ജാരിയാവാലയുടെ മുടിയുടെ സിൽസില, അതായത് ജാരിയാവാലയുടെ മുടിയുടെ സിൽസില സനദ് എന്ന് പറഞ്ഞു കൊടുത്തത് ഒരു മറ്റേ അദ്ദേഹം ഒരു കിതാബിൽ കണ്ടെത്തരെ ഒരു ഖാദിരിയ തരീഖത്തിന്റെ സിൽസിലയാണ്. ആ സിൽസിലയാണ് ഈ സിൽസില എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഏലംകുളം സക്കാഫി ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ട് പരിഹസിച്ച് ചിരിക്കുക. ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ടേ ആ ബഹുമാനം ഇങ്ങനെ തുളുമ്പാണ് ഉസ്താദിനോടുള്ള ബഹുമാനം. ഒന്നുകൂടി കേട്ടോളൂ. ഖാദിരിയ തരീഖത്തിന്റെ സിൽസില, ഞാൻ പല ചരിത്രം ഞാനൊരു പുസ്തകം നോക്കിയത് അതിന്റെ 147-ാമത്തെ പേജിലുണ്ട്. ആ സിൽസിലയാണ് ഈ സിൽസില. അതൊക്കെ വേറെ ആരും കണ്ടിട്ടില്ലേ? ഇല്ലല്ല, ഞാൻ ഈ ഭീമാകന്റെ ചരിത്രം, മമ്പറും ചരിത്രം, മംഗള ചരിത്രങ്ങളും ആരും വായിക്കൂലല്ലോ. അതിലേക്ക് എടപ്പള്ളി സ്ഥാനിന്റെ കൂടെ ചെയ്യാറുണ്ട് ഇന്ന മാസം. അപ്പൊ ഞാൻ ഓരോ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ വായിച്ച് പഠിക്കുകയാണ്. കാരണം ബസ്സിൽ പോകുമ്പോ വായിച്ച് പറയണ്ടേ. അപ്പൊ ഞാനിത് എവിടുന്നാതൊന്ന് കിട്ടണല്ലോ. ഖാദിരിയത്തിനെ ചില കിട്ടിയാൽ നമുക്കിപ്പോ അതാണ് എന്നാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. തോട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാലോ. അപ്പൊ കിട്ടി. അത് എന്താ പറയാ, ലാഹോറിന്റെ തന്നെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. അതിക്ക് ഞാൻ നാളെ മറ്റന്നാളെ വിളിച്ച് പറഞ്ഞല്ലോ അതിന്റെ പേര്. അപ്പൊ ഇവര് എത്ര പേരായാലും ഇപ്പൊ കൂട്ടിയിട്ടുള്ളേ? മുതൽ 30 പറയുമ്പോഴുള്ള ആളാണല്ലോ. 1900 ആളല്ലേ. അവിടുന്ന് അങ്ങോട്ടുള്ളത്, അവിടുന്ന് ഇങ്ങോട്ടുള്ളതാ കൂടിക്കുന്നത്. അവിടെ ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇയാളെ 2-3 പാപ്പമാരെ ചേർത്തതാ?
പിന്നെ ഇനിയിപ്പോ ഈ ഗുലാമിന് ശേഷം അത് ഒരു ഗുലാമാണല്ലോ. 10-12 ഗുലാം അവിടുന്ന് 10-12 ആൾക്കാരെ ചേർക്കേണ്ടി വരും. നിങ്ങള് ഈ അച്ഛനോട് നിങ്ങള് പറഞ്ഞത്? അച്ഛനോട് പുറത്തൂരിൽ വിളിച്ചു. എന്താ രണ്ടാളും പറയുന്നത്? അവിടെ ഇങ്ങനെ എത്തുമാനല്ല, ഇങ്ങിട്ട് ഇങ്ങനെ കൂടെ എങ്ങനെ കൂടെ എന്നല്ല, ഇതിന്റെ കറക്റ്റ് ആയിട്ട് ലെസ്സാണ് പറഞ്ഞിട്ടേക്ക്. അല്ല അതിപ്പോ ഇനിയൊന്നുമില്ല, ഇങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ അവിടെ. അല്ല ഇനിയിപ്പോ വേണമെങ്കിൽ വാദത്തിന് വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞാലോ അത് ആ സിൽസില ഇവർക്ക് വന്നുകൂടെന്ന് വെച്ചാലോ? അത് വിഷയം വെച്ചാൽ അപ്പൊ ഈ ചർക്കം തൂക്കൽ എങ്ങനെയാണ്? സിൽസിലയിലൂടെ തന്നെ ഷെയർ കൈമാറുന്നില്ല, ഒരു പ്രശ്നമല്ല, മാറാം. ഈ ആ സിൽസിലയിൽ ആരെങ്കിൽ 2 വർഷങ്ങളുടെ സൂക്ഷിക്കുന്നത് തെളിയിക്കപ്പെടണം. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ഇപ്പൊ ഖാദിരിയ തെരീക്കത്തിന്റെ സിൽസിലൂടെ ഷെയർ കൈമാറി വന്നു എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. അതിനത് ഒരു സിൽസിലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ആ സിൽസിലുള്ള ആളുകളെ കയ്യിൽ ഷെയർ മുബാറക്ക് ഉണ്ടായത് തെളിയിക്കപ്പെടണം. കാരണം ഓലൊക്കെ വലിയ മഹാന്മാരല്ലേ. ഒരു മനുഷ്യന്റെ മഹത്വം അല്ലെ, ഇപ്പൊ AP വലിയ മഹാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവര് ഏറ്റവും വലിയ മഹത്വം AP അള്ളാഹുവും റസൂലും ആദരിച്ചു, വല്ലാത്ത തന്തോ എന്തെന്നെ എന്ന് പറയാൻ എന്തോ പറഞ്ഞത് റസൂലുള്ളാന്റെ തിരുകേശം കയ്യിലെത്തി എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തിരുകേശം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അത് അവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും, അതുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ഇത് പൊട്ടും. ഇൻഷാ അല്ലാഹ് ഇത് ഇതിന്റെ പരിപൂർണമായി ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമ്മൾ കേൾപ്പിക്കുക. കാരണം അത് കുറച്ച് ആളുണ്ടാവുമ്പോൾ കേൾപ്പിക്കണം അല്ലേ. അപ്പോ സിൽസില ഹേ സിൽസില എന്നൊരു പരിപാടി ഇൻഷാ അല്ലാഹ് അല്ലേ, മുടിയുടെ സിൽസില ഹേ സിൽസില, അതാണ് ഓലെന്നെ പറയുന്നത്. എന്റെ പേരെന്നെ അതാണ്, സിൽസില ഹേ സിൽസില. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്കത് വിശദമായി അത് ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പോഴാണ് കുറച്ചൊക്കെ ആൾക്കാരൊക്കെ എല്ലാ സമയത്ത് തടസ്സം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഇപ്പൊ ഈ ഉറക്കം തൂങ്ങിക്കൊണ്ട് പറഞ്ഞാൽ ശരിയാവില്ല. അതിങ്ങനെ വെച്ച് ഓരോ ചെറിക്കും ഓരോ കൊട്ട് കൊടുത്ത് അല്ലേ, മറ്റേത് നമ്മളെ കോഴി മറ്റേ മുട്ടിടുന്ന സമയത്തുള്ള മാതിരിയാണ്. ആ കൊട്ടിപ്പറച്ചിലുണ്ടല്ലോ മൂപ്പര ചെറിയൊക്കെ, അതൊക്കെ അതിനെ കൃത്യമായി ഇങ്ങനെ പറഞ്ഞ് രസാക്കിയിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമാണ്. അപ്പൊ ഈ ഉറക്കം തൂങ്ങിയിട്ട് ഒരു സുഖം കിട്ടില്ല. ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദ് തുടരും. അതുണ്ടാക്കാൻ തീരുമാനിച്ച് വെറും 40 കോടി ഉറുപ്പിക 4 ലക്ഷം ആളുകളോട് 1000 രൂപ വീതം വാങ്ങാമെന്ന് പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ 1000 സ്വീകരിക്കണം, അത് തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് ഖബർ കിട്ടാൻ, ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ എന്ന് വരെ 4 ഭാഗത്തുനിന്നും തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് ഖബർ കിട്ടാൻ, ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ എന്ന് വരെ 4 ഭാഗത്തുനിന്നും ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ. അപ്പോഴാണ് റസൂലുള്ള ഹജറുൽ അസ്വദ് വെച്ചപ്പോ ഇത് ഞമ്മക്കും പറയാമായിരുന്നല്ലോ എന്ന് തോന്നിയതുപോലെ ഒരു കൂട്ടർക്ക് പറ്റിപ്പോയല്ലോ, ഇത്ര എളുപ്പമുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ, ഒരു തോന്നലിപ്പങ്ങ് വന്നുട്ടടാ. അതുകൊണ്ട് അതിനൊന്നും ആരും ബേജാറാവണ്ട. ആ പള്ളിയുടെ ഫോട്ടോ ആണിത്, അതിന്റെ കൂപ്പണാണിത്, 1000 രൂപയുടെ കൂപ്പണാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ തന്നെ തരുന്നതാണ്. അതിന്റെ പുറത്തുള്ളവരോട് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയാണ് ഈ गज गज के है तेरे आते पहो सारे दुरूद रज रज के है या रसूल गज गज के है तेरे आते पहो सारे दुरूद रज रज के है
गज गज के हे तेरे आते कहो सारे दुरूद रज रज के या रसूल अल्लाह. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇതില് രസണ്ട്. അവിടെ മുന്നിലുള്ളവർക്ക് ഞാൻ തന്നെ തരുന്നതാണ്, പിന്നിലുള്ളവർക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമാണ് മുടിപ്പള്ളിക്ക് നമ്മളൊന്നും പിരിച്ചിട്ടില്ലാറു. മാത്രല്ല ഇതിൽ ഏറ്റവും വലിയ രസം എന്താണോ, ഇതിന് ആളുകൾ ഇതിന്റെ ചുറ്റും മറവെട്ട് കേൾക്കാൻ കബറിന് പോലും പൈസ കൊടുത്ത ആൾക്കാരുണ്ടെന്നാ പറയണത്. നാടിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിളിയോടുവിളി എന്തിനാ വിളിച്ചിട്ടുണ്ടോ, ഇന്റെ 1000 വാങ്ങണം, ഇന്റെ 1000 വാങ്ങണം. അതിനല്ല ഉസ്താദെ വിളിച്ചത്. എനിക്കറിയാം ഞങ്ങൾ എന്തിനപ്പ ആൾക്കാരെ വിളിച്ചത്. ഉസ്താദെ ഞങ്ങൾ 1000 തരി, ഉസ്താദെ ഞങ്ങൾ 1000 തരി, ഇന്റെ 1000 പോയോ സോഹ, ആ 1000 തരി എന്ന് കണ്ടപ്പോ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ 1000 അങ്ങോട്ട് തരാറിയാണല്ലോ വിളിച്ചത്. നിങ്ങളൊന്ന് പറഞ്ഞാണ് മർക്കസിക്ക് വരുന്ന 1000ന്റെ കോൾ എത്ര നിങ്ങളൊന്ന് പുറത്തു വിടുകയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു കാണി ഞങ്ങൾ 1000 തരാന്നോ. ആ തന്ന ആൾക്കാർ തിരിച്ചു വിളിക്കുന്നതിന്റെ ഓഡിയോ സഹിതം മർക്കസ് ഞങ്ങളൊന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ആപ്പീസാണ് കൂട്ടും. ഞങ്ങൾക്കറിയാം എത്ര ആൾക്കാരാ തിരിച്ചു വയ്ക്കേണ്ടത്. എന്തിനാ പറയണത്? ഇപ്പൊ ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് പറഞ്ഞല്ലോ, ഒരാള് സദക്കയായിട്ട് കൊടുക്കുന്ന ആ വസ്തു അല്ലെ, സദക്കയായിട്ട് ഒരാൾ സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മാർഗത്തിലല്ലാതെ മറ്റൊരു മാർഗത്തിൽ ചെലവാക്കിയാൽ അതെന്താണ്? ഹറാമാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അയ്യൂബ് ശിഹാബ് തങ്ങളെ നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് പുറത്തു വിടാനായി നിങ്ങളോടല്ല ചോദിച്ചത്, നമ്മളോടൊന്നല്ല ചോദിക്കുന്നത്. എന്താ ഈ മനഹജ് സലഫിന് എന്താ അസുഖം? ഈ കാടിളത്തിൽ കൂറെ അടിയമാതിരി വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം. എന്താ നിങ്ങളെ പ്രശ്നം? എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ് ഇപ്പൊ മൂപ്പർക്ക് എന്താ പ്രശ്നമുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. മൂപ്പർക്ക് എന്തിന്റെ അസുഖ? മൂപ്പര് ജിന്ന? സോറി ഇന്നലെ ഇവിടെ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോ രാജസ്ഥാനിലെ ഒരു പ്രേതത്തിനെ കണ്ടു പറഞ്ഞു. അത് പിന്നെ കോട്ടക്കൽ റോട്ടും അയക്കണു. പിന്നെ എവിടെ ബൈപ്പാസുമേ ഒരുപാട്. എന്താ ഈ നോണ മനുഷ്യന്മാര് എങ്ങനെ അടിച്ചു നോക്കണല്ലേ? കോട്ടക്കലല്ലേ, അത് രാജസ്ഥാന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലുണ്ട്. ഇന്നലെ രാജസ്ഥാനില് അത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലുണ്ട്. അബ്ദുൽ കുംബ്ലനെ പ്ലീസ് ബൗൺസ് എന്ന് പറഞ്ഞു. രാമനാട്ടുകര കോട്ടക്കല്. അത് ശരിക്കും കണ്ടകൾ ഇവിടെ അല്ല, വേറെ എവിടെയോ ഒരു സ്ഥലത്താണ്. അതെന്ത് ചെയ്യാ, മലയാളികളായ AP വിഭാഗത്തെ പോലെയുള്ള ആളുകൾ കാലങ്ങളായിട്ട് കളവ് പറയുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ AP വിഭാഗം എന്ന് പറഞ്ഞ് കളവ് പറയാനുള്ളടത്തേക്ക് മാത്രം യോജിപ്പിച്ചാൽ മതി. നിങ്ങൾ ഇതുണ്ടല്ലോ അതിനെ മറ്റൊടത്തേക്ക് ഇപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ ന്യൂസ് ഏപ്പിക്കാരെന്നല്ല, പൊതുവെ കളവ് പറയാൻ മടിയില്ലാത്തൊരു വിഭാഗമാണ് ഏപ്പിക്കാര്. അതുപോലെയുള്ള ആളുകൾ അത് കോട്ടക്കലും വേങ്ങരയും ചമ്മടക്കാക്കി. അത് ആ രാജസ്ഥാനിൽ തന്നെ ഉണ്ടോന്നറിയില്ല. നിങ്ങളും ബൗൺസ് ചെയ്യണോ? മൊത്തം ആളുകൾ ബൗൺസ് ചെയ്യുന്ന പണിയത് എന്നെ ചെയ്യരുത്. അബ്ദുൽ കുംബ്ലാക്ക ഈ പ്രായമാണ് സമയത്ത് ബൗൺസ് ചോദിച്ചു വാങ്ങണോ? നിങ്ങളെ ചെയ്യണം. ഏതായാലും സുന്നിസം നമ്മള് ഈ എന്താണ് ചർച്ചകളൊക്കെ ആയിട്ട് മറ്റുള്ള ചർച്ചകളൊക്കെ ഒന്നും ഒരാള് ഒരു മുടിക്കാരൻ പോലും ചോദിക്കാൻ മൂപ്പര് അപ്പുറത്തൊന്ന് പോയോ? അതെന്തിനാ വെച്ചാൽ ബർക്കത്തിനാണ് ഇല്ലേ? ഇപ്പൊ ഇടയ്ക്ക് നമ്മളെ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയാണ്ട് അപ്പുറത്തൊന്ന് പോയി നോക്കും. അത് ബർക്കത്തിനാത്രേ. അവിടെയാണ് ബർക്കത്ത് കൊടുക്കും. 11:30 മണി. സ്ഥിരമായിട്ട് കാണുന്ന ഐഡിയ അല്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. നൂറ ഹിന്ദ് നമ്മള് ഇവിടെ കാണുന്ന ഐഡിയ അല്ല. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഈ ഇതെടുക്കാൻ പോണ സമയത്ത് ഞാൻ DC ആണ് അറിയണില്ല. അതാണ് വലിയ പ്രശ്നം. നമ്മളെ കമ്പ്യൂട്ടർ പിന്നെ എപ്പോഴൊന്നും അല്ലല്ലോ.
എപ്പോഴൊന്നല്ലല്ലോ നമ്മളെ കമ്പ്യൂട്ടർ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഏതായാലും എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലൊക്കെ താഴെ ഇരുന്ന് ഇതിലും അപ്പൊ ആരും ഇല്ലാന്നല്ല, ഒരൊക്കെ ഉണ്ട്. എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. ഇനി നമ്മളെ ജാലിയൻവാലിനെ കുറിച്ച് നമ്മളെ എ പി ഉസ്താദിനെ പറയേണ്ടി തോന്നുന്നുണ്ട്. ഇപ്പൊ ജാലിയൻവാലിനെ പോലെ എല്ലാവരും മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അയാളത്തെ സാധനം കൊണ്ടു കായ് ഉണ്ടാക്കി ഇപ്പൊ ജാലിയൻവാലാന്ന് കേട്ട ഉൽക്കാലറിച്ച അത് നമ്മളെ സുന്നിസങ്ങൾ വയ്ക്കില്ലേ. ഇവരോട് എ പിക്കാരടക്കിടക്കിടക്ക് കേൾക്കേണ്ട ഒരു വാക്കാണ് നിങ്ങളുടെ നേതാവ് അലിമുസ്ലിയാരുടെ മകൻ NP അബ്ദുറഹ്മാന്റെ വാക്കുകൾ. അത് ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടിന്റെ ശബ്ദത്തിൽ ശരിക്കും അതിങ്ങനെ ഇടക്കിടക്ക് വരെ കേൾക്കണം. അതിലെ പദപ്രയോഗങ്ങൾ എങ്ങനെ ഈ സംഘടനയിൽ നിൽക്കാം എന്നതിനെക്കുറിച്ച് പരമാവധി ശ്രമിച്ചിട്ട്, ഇനി ഒരു മുടി കൊണ്ടുവന്നത് ആരതാണെന്നറിയില്ല, ബർക്കത്തെടുക്കുക, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് പോലും പൊതുവെ പുറത്തു വരാൻ തയ്യാറാകാതെ പരമാവധി എങ്ങനെയെങ്കിലും പരസ്യമായി എതിർക്കാതെ നിൽക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ച ഒരു മനുഷ്യന്റെ വേദനകൾ ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ജാമ്യയിൽ വെച്ചുകൊണ്ട് NP അബ്ദുറഹ്മാൻ അത് ഇടക്കിടക്ക് ഇവർ കേൾക്കണം നല്ലതാണ്. ഇതൊരു സത്യത്തിൽ ഈ ഒരു ഹൃദയം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ വേണം. നിങ്ങളെ ഉള്ളിലൊക്കെ ഈ ഒരു ചിന്താഗതിയുണ്ട്. ഇതുപോലെ അത് റസൂലുള്ളാഹിനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ മുമ്പിൽ വഷളാകുമോ നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ ആരും ഇങ്ങോട്ട് അത് മാറ്റി പറഞ്ഞു. നിങ്ങൾ പഴയ കാലത്തുള്ള നിങ്ങളെ സംഘടനയിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച സംഘടനയിൽ നിങ്ങൾ പോരുമ്പോൾ ഞങ്ങളാരും നിങ്ങളെ പരിഹസിക്കാൻ വരുന്നില്ല. ഞങ്ങളാരും നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ വരുന്നില്ല. ഞങ്ങളെ മുമ്പിൽ വഷളാവും എന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു നിങ്ങളിപ്പോ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ വഷളാണ്ടി വരും. ഇതൊരിക്കൽ കൂടി ഇടക്കിടക്ക് നിങ്ങൾ കേൾക്കണം. ഇത് നിങ്ങൾക്കുള്ളൊരു മരുന്നാണ്. അവരിപ്പോഴും വെള്ളം കുടിക്കാൻ ആളുകൾ ക്ഷണിക്കാം. ഒളിപ്പുകെട്ട പ്രവർത്തനം മിതമായ ഭാഷയിൽ കൊണ്ടൊക്കെ അവമാനിച്ചു. ഇത് ചർച്ച ചെയ്യപ്പെടാനെനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾക്കറിയാമായിരിക്കാൻ താഴെക്കൂടി നൗഷാദിന്റെ പേരിൽ സുനിസമിന്റെ പേരിൽ നൗഷാദിന് നമ്മുടെ മറുഭാഗം മുഷാവറയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് മുഹമ്മദ് അലി മുസ്ലിം. അദ്ദേഹത്തിന്റെ ജാമാതാവതാവ് മരുമകൻ, അദ്ദേഹത്തിന്റെ മരുമകൻ NP അബ്ദുറഹ്മാൻ മുസ്ലിം അല്ലയിലെ ഔട്ടാഫിലെ ഇമാം. അയാൾ 13 കൊല്ലമാണ് സംഘത്തിൽ ഉറച്ചിട്ട് പ്രവർത്തിച്ചാണ്. അയാൾ നൗഷാദിന് വെയിലയച്ചൊരു കത്ത നൗഷാദിന് പോയി തന്നതാണ്. നൗഷാദിന് വെയിലയച്ച കത്താൽ മാറി. അയാൾ മാറിയിട്ട് ആത്മാർത്ഥമായി പറയുന്ന കാര്യമുണ്ടത്. അയാൾക്ക് അവസാനമായി കത്തിന്റെ അവസാനം പറയുന്ന കുറച്ച് വാക്കുകൾ അതിന്റെ ഇടയ്ക്കാണ് പലതും എഴുതുന്നത്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഈ കേസം ഒരിക്കലും ശരിയായ കേസമല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ ഒരുപാട് ആൾ മാറി. മുഷാവറ മെമ്പറുടെ മരുന്നൊക്കെ പോലും മാറിയിട്ട് പറയുന്നു, വർക്കസിന് ഒരു വ്യാജമാണെന്ന് എനിക്ക് ബോധ്യമാണെങ്കിലും വെറും വർക്കത്തെടുക്കൽ മാത്രമായിരുന്നെങ്കിൽ ഞാനത് പരസ്യമായി രംഗത്ത് വരില്ലായിരുന്നു. പക്ഷേ ആ തെരുവ് രോഗത്തിൽ അങ്ങനെ തെരുവ് രോഗത്താണ് ഇയാളെന്ന് പറയാം. ആ തെരുവ് രോഗത്തിൽ എന്തെല്ലാം ന്യൂനതയുണ്ടോ ആ ന്യൂനതയൊക്കെയും ഹബീബായ മുത്തനബിയുടെ ശറഫാക്കപ്പെട്ട തിരികേശത്തിനും അവർ ആരോപിക്കുന്നു. പണ്ഡിതരാവട്ടെ സംഘടനകൾക്ക് ഒപ്പിച്ച് സംസാരിക്കുന്നു. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് പരസ്യമായി വന്നത്. അത് തിരികേശമാവാനാണ് സാധ്യതയുണ്ടായെങ്കിൽ എന്നെ ഇഞ്ചിറ്റായി കൊന്നാൽ പോലും ഞാനതിനെ തള്ളിപ്പറയുമായിരുന്നില്ല. എന്നിട്ട് ഞാനതിന്റെ അവസാനത്തിൽ വരുന്ന വാക്കുകൾക്കു ഇത് തിരികേശമാണ് എന്നത് വ്യക്തമായി സ്ഥാപിക്കുന്നു ബോധ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഇന്ന് സമസ്തക്കാരെ മുന്നിൽ വഷളാവേണ്ടി വരുമല്ലോ എന്ന ചിന്തയാണ് അവരെ അലട്ടുന്നത്. നാളെ ഹബീബിന് മുന്നിൽ വഷളാവുന്നത് അവർ ചിന്തിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവരെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം അവസാനം പറയുന്നു, നെറ്റിലൂടെ പ്രചരിക്കുന്ന ആ വലിയ കേസം എങ്ങനെ മുത്തനബിയുടേതാകും? വരെ മാത്രമല്ലേ അവിടുത്തെ തിരുദേശം ഉണ്ടായിരുന്നുള്ളൂ. അത് മുസ്ലിത്ത് കൊണ്ട് വളരുകയാണെന്നായിരുന്നു മറുപടി. ആ മുടി കിസാൻ കൊണ്ടുവന്ന് കത്തിച്ചപ്പോൾ അവർ പറഞ്ഞു വഫാത്തോടെ മുസ്ലിത്ത് മുറിയുമെന്ന്. ചുരുക്കത്തിൽ ആ വലിയ മുടിയെ ന്യായീകരിക്കുന്നവർ പറയേണ്ടി വരും, അത്രയും നീളമുള്ള മുടി മുത്തനബിക്കുണ്ടായിരുന്നുവോ? അവരുടെ ഗതികേട് നോക്കണം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അദ്ദേഹം ഒരു പ്രാർത്ഥനയുണ്ടാകുന്നത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശാപം ഇതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും, അള്ളാഹുവിന്റെ അദാബ് നമുക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ ആളുകൾ അറിഞ്ഞ് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് സമസ്ത കേരള ജമീയത്തുലമയുടെ പത്താവിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇപ്പോ
അവരിപ്പോഴും വെള്ളം കുടിക്കാൻ ആളുകളെ ക്ഷണിക്കാം. ഉളുപ്പ് കെട്ട പ്രവർത്തനം, മിതമായ ഭാഷയിൽ പറഞ്ഞ അവമാനിക്കും. ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾക്കറിയാമായിരിക്കാൻ താഴെക്കൂടെ നൗഷാദിന്റെ മേലടിക്കുന്ന സുഖസഭയുടെ മേലടിക്കുന്നു. നൗഷാദിനെ നമ്മുടെ മറുഭാഗം മുഷാവറയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് മുഹമ്മദ് അലിമുസ്ലിം. അദ്ദേഹത്തിന്റെ ജാമാതാവതാവ് മരുമകൻ, അദ്ദേഹത്തിന്റെ മരുമകൻ MP അബ്ദുറഹ്മാൻ മുസ്ലിം അല്ലയിലെ ഔത്താഫിന്റെ ഇമാം. അയാൾ 10-23 കൊല്ലമാണ് സംഘത്തിന്റെ ഉറച്ചത് പ്രവർത്തിച്ചാണ്. അയാൾ നൗഷാദിന് വെയിലയച്ചൊരു കത്ത നൗഷാദിന് പോയി തന്നതാണ്. നൗഷാദിന് വെയിലയച്ചൊരു കത്ത് മാറി. അയാൾ മാറിയിട്ട് ആത്മാർത്ഥമായി പറയുന്ന കാര്യമെന്നത് അയാൾക്ക് അവസാനമായി കത്തിന്റെ അവസാനം പറയുന്ന കുറച്ച് വാക്കുകൾ. അതിന്റെ ഇടയ്ക്ക് അയാൾ പലതും എഴുതുന്നത് എല്ലാം ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഈ കേശം ഒരിക്കലും ശരിയായ കേശമല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആൾ മാറി. മുഷാവറ മെമ്പറുടെ മരുമകൻ പോലും മാറിയിട്ട് പറയുന്നു, വർഗസിന് ഒരു വ്യാജമാണെന്ന് എനിക്ക് ബോധ്യമാണെങ്കിലും വെറും വർഗത്തിനെടുക്കൽ മാത്രമായിരുന്നെങ്കിൽ ഞാനത് പരസ്യമായ രംഗത്ത് വരില്ലായിരുന്നു. പക്ഷേ ആ തെരുവ് രോമത്തിൽ, അങ്ങനെ പറയാം, തെരുവ് രോമെന്നാണ് എന്താ പറയാ, ആ തെരുവ് രോമത്തിൽ എന്തെല്ലാം ന്യൂനതയുണ്ടോ ആ ന്യൂനതയൊക്കെയും ഹബീബായ മുത്തനബിയുടെ ശറഫാക്കപ്പെട്ട തിരികേശത്തിനും അവർ ആരോപിക്കുന്നു. പണ്ഡിതനാവട്ടെ സംഘടന ഒപ്പിച്ച് സംസാരിക്കുന്നു. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് പരസ്യമായി വന്നത്. അത് തിരികേശമാവാനാണ് സാധ്യതയുണ്ടായെങ്കിൽ എന്നെ ഇഞ്ചിറ്റായി കൊന്നാൽ പോലും ഞാനതിനെ തട്ടിപ്പറയുമായിരുന്നില്ല. എന്നിട്ട് ഞാനതിന്റെ അവസാനത്തിൽ വരുന്ന വാക്ക് കേട്ടു, ഇത് തിരികേശമാണ് എന്നത് വ്യക്തമായി സ്ഥാപിക്കുന്ന ബോധ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഇന്ന് സമസ്തക്കാരുടെ മുന്നിൽ വശനാവേണ്ടി വരുമല്ലോ എന്ന ചിന്തയാണ് അവരെ അലക്കുന്നത്. നാളെ ഹബീബിന് മുന്നിൽ വശനാവുന്നത് അവർ ചിന്തിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവരെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം അവസാനം പറയുന്നു, നെറ്റിലൂടെ പ്രചരിക്കുന്ന ആ വലിയ കേശം എങ്ങനെ മുത്തുനബിയുടേതാകും? പെരടി വരെ മാത്രമല്ലേ അവിടുത്തെ തിരുവേഷം ഉണ്ടായിരുന്നുള്ളൂ, അത് മുഴുവത്ത് കൊണ്ട് വളരുകയാണെന്നായിരുന്നു മറുപടി. ആ മുടി വിശാൽ കൊണ്ടുവന്ന് കത്തിച്ചപ്പോൾ അവർ പറഞ്ഞു, വഫാത്തോടെ മുഴുവത്ത് മുടിയുമെന്ന്. ചുരുക്കത്തിൽ ആ വലിയ മുടിയെ ന്യായീകരിക്കുന്നവർ പറയേണ്ടി വരും, അത്രയും നീളമുള്ള മുടി മുത്തുനബിക്കുണ്ടായിരുന്നുവോ? അവരുടെ ഗതികേട് നോക്കണം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അദ്ദേഹം ഒരു പ്രാർത്ഥനയുണ്ടാകുന്നത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപം ഇതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും, അല്ലാഹുവിന്റെ അദാബ് നമുക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ ആളുകൾ അറിഞ്ഞ് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് സമസ്ത കേരള ജമീയത്തുലമയുടെ പത്താവിനെ കൊടുക്കുന്നില്ല. അപ്പോ ആ കേശവിവാദം എവിടെ നിൽക്കുന്നു? അവരിപ്പോഴും വെള്ളം കുടിക്കാൻ ആളുകളെ ക്ഷണിക്കാം. ഉളുപ്പ് കെട്ട പ്രവർത്തനം, മിതമായ ഭാഷയിൽ പറഞ്ഞ അവമാനിക്കും. ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് ആ കേശവിവാദം എവിടെ നിൽക്കുന്നു? അവരിപ്പോഴും വെള്ളം കുടിക്കാൻ ആളുകളെ ക്ഷണിക്കാം. ഉളുപ്പ് കെട്ട പ്രവർത്തനം, മിതമായ ഭാഷയിൽ നിങ്ങൾക്കറിയാമായിരിക്കാൻ താഴെക്കൂടെ നൗഷാദിന്റെ മേലടിക്കുന്ന സുഖസഭയുടെ മേലടിക്കുന്നു. നൗഷാദിനെ നമ്മുടെ മറുഭാഗം മുഷാവറയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് മുഹമ്മദ് അലിമുസ്ലിം. അദ്ദേഹത്തിന്റെ ജാമാതാവതാവ് മരുമകൻ, അദ്ദേഹത്തിന്റെ മരുമകൻ MP അബ്ദുറഹ്മാൻ മുസ്ലിം അല്ലയിലെ ഔത്താഫിന്റെ ഇമാം. അയാൾ 10-23 കൊല്ലമാണ് സംഘടന ഉറച്ചത് പ്രവർത്തിച്ചാണ്. അയാൾ നൗഷാദിന് വെയിലയച്ചൊരു കത്ത നൗഷാദിന് പോയി തന്നതാണ്. നൗഷാദിന് വെയിലയച്ച കത്താൽ മാറി. അയാൾ മാറിയിട്ട് ആത്മാർത്ഥമായി പറയുന്ന കാര്യമെന്നത് അയാൾ അവസാനമായി കത്തിന്റെ അവസാനം പറയുന്ന കുറച്ച് വാക്കുകൾ. അതിന്റെ ഇടയ്ക്ക് അയാൾ പലതും എഴുതുന്നത് എല്ലാം ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഈ കേശം ഒരിക്കലും ശരിയായ കേശമല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മാറുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആൾ മാറി. മുഷാവറ മെമ്പറുടെ മരുമകൻ പോലും മാറിയിട്ട് പറയുന്നു, വർഗസിന് ഒരു വ്യാജമാണെന്ന് എനിക്ക് ബോധ്യമാണെങ്കിലും വെറും വർഗത്തെടുക്കൽ മാത്രമായിരുന്നെങ്കിൽ ഞാനത് പരസ്യമായി രംഗത്ത് വരില്ലായിരുന്നു. പക്ഷേ ആ തെരുവ് രോമത്തിൽ, അങ്ങനെ തെരുവ് രോമെന്നാണ് എന്താ പറയാ, ആ തെരുവ് രോമത്തിൽ എന്തെല്ലാം ന്യൂനതയുണ്ടോ ആ ന്യൂനതയൊക്കെയും ഹബീബായ മുത്തനബിയുടെ ശറഫാക്കപ്പെട്ട തിരുകേശത്തിനും അവർ ആരോപിക്കുന്നു. പണ്ഡിതനാവട്ടെ സംഘടന ഒപ്പിച്ച് സംസാരിക്കുന്നു. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് പരസ്യമായി വന്നത്. അത് തിരുകേശമാവാനാണ് സാധ്യതയുണ്ടായെങ്കിൽ എന്നെ ഇഞ്ചിറ്റായി കൊന്നാൽ പോലും ഞാനതിനെ തള്ളിപ്പറയുമായിരുന്നില്ല. എന്നിട്ട് ഞാനതിന്റെ അവസാനത്തിൽ വരുന്ന വാക്കുകൾക്കു ഇത് തിരുകേശമാണ് വ്യക്തമായി സ്ഥാപിക്കുന്നു ബോധ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഇന്ന് സമസ്തക്കാരുടെ മുന്നിൽ വശനാവേണ്ടി വരുമല്ലോ എന്ന ചിന്തയാണ് അവരെ അലക്കുന്നത്. നാളെ ഹബീബിന് മുന്നിൽ വശനാവുന്നത് അവർ ചിന്തിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കുന്നവരെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം അവസാനം പറയുന്നു, നെറ്റിലൂടെ പ്രചരിക്കുന്ന ആ വലിയ കേശം എങ്ങനെ മുത്തുനബിയുടേതാകും? പെരടി വരെ മാത്രമല്ലേ അവിടുത്തെ തിരുകേശം ഉണ്ടായിരുന്നുള്ളൂ, അത് മുഴുവത്ത്
ചെയ്യുമെന്ന് ചുരുക്കത്തിൽ ആ വലിയ മുടിയെ ന്യായീകരിക്കുന്നവർ പറയേണ്ടി വരും. അത്രയും നീളമുള്ള മുടി മുത്തുനബിക്കുണ്ടായിരുന്നുവോ? അവരുടെ ഗതികേട് നോക്കണം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അദ്ദേഹം ഒരു പ്രാർത്ഥനയുണ്ടാകുന്നുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപം ഇതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും, അല്ലാഹുവിന്റെ അദാബ് നമുക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ ആളുകൾ അറിഞ്ഞ് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഭർത്താവിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ കേസ് വിവാദം എവിടെ നീ കൂടുതൽ കേൾക്കണ്ട. ഏതായാലും ഞാൻ 2-3 പ്രാവശ്യം കേൾപ്പിച്ചത് ഒരുവിധം മനസ്സിലാകുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ അവസരം നൽകാനാണ്. ഒരുവിധം മനസ്സിലാകുന്ന ആളുകൾക്കൊക്കെ ഇത് മാത്രം കേട്ടാൽ മതി. ഈ ഒരൊറ്റ സംഭവം. ഇതൊരു ചില്ലറക്കാരനല്ലല്ലോ ഇയാളൊരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ മരുമകനാണ്. അവരുടെ ഏറ്റവും വലിയ നേതാവിന്റെ മരുമകൻ. 23 കൊല്ലം എന്ന് പറഞ്ഞാൽ സമസ്ത പിളർന്ന അന്ന് മുതൽ ഇവരെ കൂടെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇവർ പിളർന്നു പോയപ്പോൾ ജാമിയ നൂരി അറബിക് കോളേജിൽ, ഫൈസാബാദ് പട്ടിക്കാട് ജാമിയ നൂരി അറബിക് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ഒരാളാണ് ഇയാൾ. പക്ഷേ ഇദ്ദേഹത്തിന്റെ കല്യാണവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒക്കെ നടന്നതൊക്കെ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത നിലവാരവും ഒക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ കൂടെ നിന്നൊരു മനുഷ്യൻ. എന്നിട്ട് 23 വർഷത്തിന് ശേഷം ഒരു സത്യം തുറന്നു പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വിധം കഴിയുന്നുണ്ടെങ്കിൽ അയാൾ നിൽക്കൂലേ? കുടുംബബന്ധം, ബന്ധുക്കൾ, മറ്റുള്ള അയാളെ എല്ലാ ആളുകളും അദ്ദേഹവുമായി 23 കൊല്ലം അയാൾ നാട്ടിലൊന്നും ഒരു പരിചയവും മൂപ്പര സത്യത്തിൽ ആർക്കില്ല. ഞാൻ തന്നെ ഇപ്പൊ ഈ വ്യക്തി നമ്മളെ അടുത്തുള്ള ഒരാള് ഇത്രയൊക്കെ ബന്ധപ്പെട്ടൊരു മനുഷ്യൻ നമ്മളൊരു ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിട്ട് ഇപ്പൊ അടുത്ത ഞാൻ തന്നെ ഇയാളെ കണ്ടു. കാരണം നമുക്ക് ആർക്കും ഒരു ബന്ധമല്ലാത്തൊരു മനുഷ്യനെ ഇയാൾ ഫുൾ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ബന്ധവും മുഴുവൻ സമയവും ചെലവഴിച്ചത് ഇവരെ കൂടെയാണ്. ഒക്കെ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഈമാന്റെ തെളിവ് തന്നെയല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇതിന് ബദലായി സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന്. അദ്ദേഹത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഈ ഭാഗങ്ങളിൽ നിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ബദലായി, ഇവിടെ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അതിനൊക്കെ ബദലായി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വലിയ വലിയ ദറജ അല്ലാഹു അദ്ദേഹത്തിന് വേണ്ടി നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടിട്ടൊരു മനുഷ്യന് സത്യത്തിൽ ഒരു വിധം കഴിയുന്ന ആളുകൾക്ക് പിന്നെ നിൽക്കാൻ കഴിയുമോ? ഇൻഷാ അല്ലാഹ് മറ്റുള്ള ചർച്ചകൾ ഉസ്താദുമാരൊക്കെ നേതൃത്വം നൽകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റേ ക്ലിപ്പിന്റെ കാര്യം മറക്കരുത്. ബഹുമാനപ്പെട്ട നമ്മളെ അസ്ഹാബുൽ ബദറിന്റെ അസ്മാ ചൊല്ലി തവസ്സുൽ ചെയ്യുന്ന സദസ്സിനെ മജ്ലിസുന്നാർ എന്ന പേര് കൊണ്ട് അധിക്ഷേപിച്ച വഹാബിയേക്കാൾ അധപതിച്ചു പോയ ആ വ്യക്തിയുടെ ക്ലിപ്പ് നാട് നീളെ പ്രചരിക്കണം. അവരെക്കുറിച്ച് ജനം കൃത്യമായി മനസ്സിലാക്കണം. അവരെ കാണുമ്പോൾ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പുന്ന അത്ര അസ്ഹാബുൽ ബദറിനോടുള്ള സ്നേഹം മനസ്സിൽ തുളുമ്പണം എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി ഇൻഷാ അല്ലാഹ് മറ്റുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ചർച്ച സജീവമാക്കുന്നതിന് ഉസ്താദുമാരൊക്കെ രംഗത്ത് വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.